ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ പക്ഷികളുടെ കൂടെ ഞാൻ നല്ല കൂട്ടായാലേ നിങ്ങൾക്ക് പതുക്കെ ആ കൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ബലങ്ങൾ മോഷ്ടിച്ചോണ്ട് വരാലോ. ആ, ഇത് നല്ല വഴിയാണ്. നമുക്ക് കഷ്ടപ്പെടണ്ടല്ലോ. മാത്രമല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കും. ഈ കഥ സുന്ദർവൻ കാട്ടിലെയാണ്. ഇവിടെ നല്ല തണുപ്പ് കാലം തുടങ്ങി. ഇപ്രാവശ്യത്തെ തണുപ്പ് അങ്ങേയറ്റമായിരുന്നു. എല്ലാ പക്ഷികളും സ്വന്തം വീടുണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. കാട്ടിലെ കറുത്ത കാക്കയും അവന്റെ ഭാര്യയായ മൈനയും സ്വന്തമായിട്ടെന്ന് നന്നായിട്ട് ജീവിക്കുമോ അതുമില്ല, മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല. കാട്ടിലെ എത്രയോ പക്ഷികൾ സ്വന്തം വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇവര്. എന്തിനെന്ന് വെച്ചാ വീട് അവര് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി. ഒരു ദിവസം ടോണിക്കിളി സ്വന്തം വീടുണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോഴേക്കും കറുത്ത കാക്കയും അവന്റെ ഭാര്യയും കൂടി ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന കോലും എല്ലാം എടുത്തു കളഞ്ഞു. കറുത്ത ചേട്ടാ, മൈന ചേച്ചി, എന്തിനാ എന്റെ വീട് നശിപ്പിച്ചത്? കാട്ടിലാണെങ്കിൽ തണുപ്പ് കൂടി വരുക. നിങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. എന്നെ നശിപ്പിച്ചു നിങ്ങള്. ഞാൻ എന്റെ വീട് ഇനി ഉണ്ടാക്കിക്കോളാം. പക്ഷെ നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ആ സമയത്ത് പെട്ടുപോകും. എന്തെങ്കിലും ആവട്ടെ, പ്രശ്നം വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം. നീ ഞങ്ങളുടെ കാര്യം ഓർത്ത് ഇത്ര ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ വീട് വീണ്ടും ഉണ്ടാക്കാൻ നോക്ക് കേട്ടോ. അവളുടെ ഒരു ഉപദേശം. ടോണിക്കിളി വീണ്ടും അവളുടെ വീടുണ്ടാക്കുന്ന ശ്രമത്തിലായി. കാലുകാക്കയും ഭാര്യയും ആ സ്ഥലത്തുനിന്ന് അങ്ങ് പറന്നുപോയി. അടുത്ത ദിവസം രാവിലെ കുറച്ച് കിളികൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കറുത്ത കാക്കയും അതിന്റെ ഭാര്യയായ മൈനയും ഭയങ്കര പ്രശ്നമാട്ടോ ഇവിടെ. ഫലസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ. അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടുമില്ല, മറ്റുള്ളവരുടെ സുഖമായിട്ട് ജീവിക്കാനും സമ്മതിക്കത്തില്ല. ഭയങ്കര കുരുത്തക്കേടാണ് അവര്. അതെ, അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. തണുപ്പൊക്കെ കൂടി വരികയല്ലേ. അവര് പെടാൻ പോണ സമയം എന്താ വരുന്നതേ ഉള്ളൂ. നമുക്കാണെങ്കിൽ വീടെങ്കിലും ഉണ്ട്. അവർക്ക് വീട് വല്ലതും ഉണ്ടോ? അതും ഇല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, തണുപ്പ് കൊണ്ട് അവര് ചാവാൻ പോവാ. അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നമ്മളിനി ആഹാരമൊക്കെ തപ്പി പിടിച്ച് വെക്കേണ്ട സമയമാണ്. തണുപ്പാണെങ്കിൽ കൂടി വരിക. നമുക്ക് പറക്കാനും പിന്നെ പറ്റത്തില്ല. നമുക്ക് നാളെ 3 പേർക്കും കൂടെ വേറെ കാട്ടിലോട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് കുറെ ഫലങ്ങളും കൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത ദിവസം അങ്ങനെ എല്ലാ പക്ഷികളും വേറെ കാട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഒരുപാട് ഫലങ്ങളും കൊണ്ട് തിരിച്ചു വരികയാണ്. കറുത്ത കാക്കയ്ക്കാണെങ്കിൽ ഈ കാര്യം പിടികിട്ടി. അപ്പോഴേക്കും അവൻ അവന്റെ ഭാര്യ അടുത്ത് പോയി പറഞ്ഞു, ഇനി നമുക്ക് ഭക്ഷണത്തിനുള്ള വഴി കൂടി കണ്ടുപിടിക്കണം. നമുക്ക് തണുപ്പിൽ പറക്കാൻ കഴിയില്ല. ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ പക്ഷികളുടെ കൂടെ ഞാൻ നല്ല കൂട്ടായാലേ നിങ്ങൾക്ക് പതുക്കെ ആ കൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ബലങ്ങൾ മോഷ്ടിച്ചോണ്ട് വരാലോ. ഇത് നല്ല വഴിയാണ്. നമുക്ക് കഷ്ടപ്പെടണ്ടല്ലോ. മാത്രമല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കും. അടുത്ത ദിവസം മൈന എല്ലാവരുടെയും വീട്ടിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് എല്ലാവരോടും മാപ്പ് പറയും. ടോണി, നീ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്റെ വീട് നശിപ്പിച്ചില്ലേ. ഇനി ഞങ്ങൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല. ഞങ്ങളോട് ക്ഷമിക്കണേ. ഓഹോഹോ, പെട്ടെന്ന് എന്തു പറ്റി മൈനയ്ക്ക്? കുറ്റബോധം വന്നല്ലോ. ഇനി നിന്റെ ഉദ്ദേശം എന്താ? പറ. നീ കാണുന്ന പോലെ അത്ര പാവല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ, നിനക്ക് ഇനി എന്താ വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നോട് നീ ക്ഷമിച്ചാൽ മാത്രം മതി. അത്രേ വേണ്ടുള്ളൂ. ശരി, ഒരു തെറ്റെന്തായാലും ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും തെറ്റിയതാ ഞാൻ ക്ഷമിക്കൂല കേട്ടോ. ഇനി നീ എങ്ങനെ ചെറിയ തെറ്റ് പോലും ചെയ്താ നിനക്കതിന്റെ പണി നന്നായിട്ട് കിട്ടും. അത് മറക്കണ്ട. കാട്ടിലെ തണുപ്പാണെങ്കിൽ കൂടി വരുമായിരുന്നു. മൈനയാണെങ്കിൽ എല്ലാ പക്ഷികളെയും പതുക്കെ അവളുടെ കയ്യിലാക്കിക്കൊണ്ടിരുന്നു. എന്നും അവൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് സംസാരം തുടങ്ങി. അപ്പുറത്താണെങ്കിൽ കറുത്ത കാക്കയാണെങ്കിൽ എന്ത് ചെയ്തു? ഓരോ വീട്ടിലെ ഭക്ഷണങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ലൂസി വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അന്ന്. കറുത്ത കാക്കയാണെ പതുക്കെ അവളുടെ വീട്ടിലോട്ട് കയറി ഭക്ഷണം മോഷ്ടിക്കാൻ അവൻ പതുക്കെ തുടങ്ങി. മോഷ്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കയ്യിൽ നിന്നും പാത്രം അങ്ങ് താഴെ പോയി. ലൂസി പെട്ടെന്ന് എണീറ്റു. ലൂസി നോക്കിയപ്പോൾ അവന്റെ കയ്യിലൊരു ബാഗ്. അതിലാണെങ്കിൽ നിറയെ ഭക്ഷണവും ഉണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഈ വൃത്തിയിട്ട പണി നിർത്താറായിട്ടില്ലേ? എന്തിനാ അവള് പിന്നെ ഞങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചത്? അവള് ഇവിടെ വന്ന് ക്ഷമയൊക്കെ ചോദിക്കും. നീ അതിന്റെ പുറകിൽ വന്ന് ഭക്ഷണം മോഷ്ടിച്ചോണ്ട് പോവും. സൗജന്യമായിട്ട് നിങ്ങൾക്ക് തിന്നണം. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഭക്ഷണം താഴെ പോയപ്പോൾ ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഇന്നാ ഈ ഭക്ഷണം എടുത്തോളൂ. എന്നോട് ക്ഷമിക്കൂ. തെറ്റു പറ്റിപ്പോയി. ലൂസി ഈ കാര്യം എല്ലാ പക്ഷികളോടും പോയി പറഞ്ഞു. അതുപോലെ ഓരോരോ പക്ഷികളും ആ മൈനേനെ പുറത്താക്കി ഓരോ വീട്ടിൽ നിന്നും. അവരോടാണെങ്കിൽ ആരും ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ആർക്കും അവരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. ഒരു ദിവസം ഭയങ്കര തണുപ്പ് കൂടി. ഓരോരോ പക്ഷികൾ അവരവരുടെ വീട്ടിലോട്ട് പോയി.
കറുത്ത കാക്കയും മൈനയും തണുപ്പ് കാരണം ഒരു കമ്പിന്റെ മേളിലിരുന്ന് വിറവിറാന്ന് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ, നമുക്ക് വളരെ വലിയ തെറ്റ് പറ്റിപ്പോയി. നമ്മൾ വീടും വെച്ചില്ല, എന്നിട്ട് ഈ തണുപ്പത്ത് ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്യുന്നു. എല്ലാ പക്ഷികളും സുരക്ഷിതരായി അവരവരുടെ വീട്ടിൽ കഴിയുന്നു. ആ, അതെ, നിങ്ങൾ സത്യമായി പറയുന്നത്. എനിക്കാണേ വിറച്ചിട്ടും വയ്യ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? തണുപ്പ് കൂടി വന്നപ്പോൾ മൈനയുടെ അസുഖം കൂടി വന്നു. അതുകൂടാണ്ട് അവിടെ മഞ്ഞുകട്ട വീഴാൻ തുടങ്ങി. അത് കാരണം അവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങി. മൈനയാണെങ്കിൽ അസുഖം കാരണം അങ്ങ് വീണു. കറുത്ത കാക്ക എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും സഹായം ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവൻ തളർന്ന് ടോണി കിളിയുടെ അടുത്തെത്തിയിരുന്നു. ടോണി, എന്റെ ഭക്തിക്ക് ഈ കൊടും തണുപ്പിൽ അസുഖം പിടിപെട്ടിരിക്കുന്നു. അവളെ സഹായിക്കൂ, അവൾക്കൊന്നും പറ്റരുത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നോ കുറച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ? നിങ്ങൾ ആ സമയത്ത് എന്റെ കാര്യം പോലും കേട്ടില്ല. നിങ്ങൾ ശരിക്കും കള്ളന്മാരാ. ആർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ സത്യമാണോ ഇല്ലയെന്ന്? ഇറങ്ങിപ്പൊക്കോ ഇവിടുന്ന്. കറുത്ത കാക്ക കരയാൻ തുടങ്ങി. കൈകൂപ്പി അവൻ ടോണിയോട് പറഞ്ഞു, ഇന്ന് വരെ ഞാനും എന്റെ പത്നിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ്. പ്ലീസ്, ഞങ്ങളെ സഹായിക്കൂ. ടോണി കിളി കറുത്ത കാക്കയുടെ കണ്ണീര് കണ്ടങ്ങ് വീണുപോയി. അങ്ങനെ മൈനേനെയും കറുത്ത കാക്കേനെയും വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചു. അതുകൂടാണ്ട് രാത്രി മുഴുവനും മൈനേനെ നോക്കി ഇരുന്നു ടോണിക്കിളി. അവളുടെ തലയിൽ തണുത്ത ഒരു തുണി വെച്ച് കെട്ടി. അങ്ങനെ മൈനയുടെ അസുഖം കുറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ മൈന എണീറ്റപ്പോഴേക്കും അവൾ ടോണിക്കിളിയോട് പറഞ്ഞു, ടോണി, നീ എന്ത് നല്ല ഒരാളാണ്. ഞാൻ നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് നീ എന്നെ സഹായിച്ചില്ലേ? ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല. ആ ഒരു രാത്രി കഴിഞ്ഞതോടെ കറുത്ത കാക്കയും മൈനയും നന്നാവാൻ തുടങ്ങി. അതുകൂടാണ്ട് മൈനയും ടോണിക്കിളിയും നല്ല കൂട്ടുകാരുമായി. കറുത്ത കാക്കയും മൈനയും കൂടെ അവർക്ക് വേണ്ടി ഒരു സുന്ദരമായ ഒരു വീട് തന്നെ ഉണ്ടാക്കി. അതുകൂടാണ്ട് ബാക്കിയുള്ള പക്ഷികളും അവരുടെ കൂടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല എന്ന്. ഇല്ലെങ്കിൽ സമയം നമ്മളെ അതിന്റെ വില പഠിപ്പിക്കുകയും ചെയ്യും. നിനക്ക് ഒരുപാട് സമയം തന്നു കഴിഞ്ഞു, ഒരുപാട് താക്കീതും. എന്നാൽ നീ കേട്ടില്ല. ഇന്ന് നീ തന്നെ കണ്ടറിയും ഒരു രാജാവിന്റെ ശക്തി എന്താണെന്നുള്ളത്. ഈ കഥ നടക്കുന്നത് മോട്ടിപ്പൂർ കാട്ടിലാണ്. അവിടെ ഒരുപാട് പക്ഷികൾ ജീവിച്ചിരുന്നു. അവിടെ 2 പരുന്തും ജീവിച്ചിരുന്നു, സോനുവും മോനുവും. അവർ സഹോദരങ്ങളായിരുന്നു. സോനു വളരെ ദുഷ്ടനാണ്, മോനു വളരെ നല്ലവനും. സോനു ദിവസവും എന്തെങ്കിലും കാരണത്താൽ ബാക്കി പക്ഷികളെ കൊല്ലും. അതേസമയം മോനു വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും പെരുമാറും. സോനു ഒരു ദിവസം ധാന്യങ്ങൾ അന്വേഷിച്ച് കാട്ടിൽ കൂടെ പറക്കുകയായിരുന്നു. പക്ഷിയെ, എനിക്കെന്റെ ഭക്ഷണം താ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും. ഇതെന്ത് അക്രമമാണ്? ഇത് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമാ. നിനക്കുള്ളത് നീ കണ്ടെത്ത്, ഞാനും നിനക്കിത് തരണം. സോനുവിന് അത് പറയുന്നത് കേട്ടതും ദേഷ്യം വന്നു. അവൻ ആ പക്ഷിയെ കൊന്നും കളഞ്ഞു. അതേസമയം മോനു അവിടെ പറന്നു വരികയായിരുന്നു. അവനപ്പോൾ കണ്ടു സോനു ഒരു പക്ഷിയെ കൊല്ലുന്നത്. അവൻ വേഗത്തിൽ വന്ന് സോനുവിനെ അവിടെ തള്ളിയിട്ടു. മോനു സോനുവിൽ നിന്നും ആ പക്ഷിയുടെ കുട്ടികളെ രക്ഷിച്ചു. നീ എന്ത് ധിക്കാരിയാ സോനു? നീ എന്നും ഓരോ പക്ഷികളെ കൊല്ലും. ഇനി അതിന്റെ കുട്ടികളെയും നിനക്ക് തിന്നണോ? അവർ കുട്ടികളാണെങ്കിൽ ഞാനെന്ത് വേണം? എന്ത് കഠിനമായ മനസ്സാ നിനക്ക്? ഈ കുട്ടികളുടെ നിഷ്കളങ്കത നീ കാണുന്നില്ലേ? ഇല്ല, എന്റെ വയറ് നിറയ്ക്കാനാ ഞാൻ നോക്കുന്നത്. 2 പേരും കാട്ടിനുള്ളിൽ ഗുഹയ്ക്കുള്ളിലാണ് താമസിച്ചിരുന്നത്. മോനുവിന് എല്ലാവരെയും സഹായിക്കാനാണ് ഇഷ്ടം. എന്നാൽ സോനുവിന്റെ പണി തന്നെ എല്ലാവരെയും കൊല്ലുന്നതാണ്. ഒരു ദിവസം സോനു ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു. അപ്പോൾ ആ മരം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്റെ അടുത്തായി നീ ഒരു മരം കാണുന്നില്ലേ? അവൻ എന്റെ വേരിൽ നിന്നും വളർന്നതാ. അവനെ ആരോ ഇപ്പോൾ അമ്പ ചെയ്തിരിക്കുന്നു. അവന് നന്നായി വേദനിക്കുന്നുണ്ട്. നിനക്ക് ആ അമ്പൊന്നെടുത്ത് തരാൻ പറ്റുമോ? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കെങ്ങും പോയി ഇതൊക്കെ ചെയ്യാൻ. എടുത്ത് തരൂ പരുന്തുമോനെ.
ഞാൻ നിനക്ക് എന്നും കടപ്പെട്ടവനായിരിക്കും. നീ ഇപ്പോൾ ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. സോനു പരുന്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പറന്നുപോയി. പിന്നാലെ മോനുപരുന്തും അവിടെ വന്നു. അവിടെ വന്ന് അവനും ഇരുന്നു. മരം അപ്പോഴും കരയുകയായിരുന്നു. മോനു അവന്റെ ശബ്ദം കേട്ട് അവനോട് ചോദിച്ചു, മരമുത്തശ്ശ, താങ്കൾക്ക് എന്തു പറ്റി? താങ്കൾ എന്തിനാ കരയുന്നത്? പരുന്തുമോനെ, എന്നെ ഒന്ന് സഹായിക്കൂ. അടുത്തായി ഒരു മരം കാണുന്നില്ലേ? അവൻ എന്റെ വേരിൽ നിന്നും വളർന്നതാണ്. അവനെ ആരോ അമ്പെയ്തിരിക്കുന്നു. നിനക്കതൊന്ന് എടുക്കാമോ? മോനു പറന്നുപോയി ആ അമ്പ് പുറത്തെടുത്തു. അപ്പോൾ മരമുത്തശ്ശന് ഒരുപാട് സന്തോഷമായി. മോനു, നീ വളരെ നല്ലവനാണ്. എന്നാൽ വേറെ ആരും എന്നെ സഹായിച്ചതേയില്ല. നീ മാത്രമേ സഹായിച്ചുള്ളൂ. അതേ മരമുത്തശ്ശ, തികച്ചും. ആ രാജ്യത്തിലെ എല്ലാവർക്കും തത്തയുടെ രാജ്യത്തിൽ നിന്നാണ് ഭക്ഷണം കിട്ടിയിരുന്നത്. തത്ത എല്ലാവർക്കും തുല്യമായി ഭക്ഷണം കൊടുത്തിരുന്നു. അതുകൊണ്ട് തത്തയെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. എന്നാൽ സോനു എപ്പോഴും തന്റെ ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണവും കട്ടെടുക്കും. അവനെതിരെയുള്ള പരാതിയുമായി എല്ലാ പക്ഷികളും തത്തയുടെ മുൻപിൽ എത്താൻ തുടങ്ങി. സോനു, നിന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. നിനക്കുള്ള ശിക്ഷ ഇതാണ്. നീ ഒരു ഗുഹയിൽ ഏകാന്തമായി കിടക്കണം. നിനക്കവിടെ ഒരു ഭക്ഷണവും കിട്ടില്ല. ഇനി ആരുടെയെങ്കിലും ഭക്ഷണം നീ കട്ടെടുത്തവരെ ബുദ്ധിമുട്ടിച്ചാൽ നിനക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടും. സോനു ഇത് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. തത്ത രാജാവ് അവനോട് പറഞ്ഞതുപോലെ. അവൻ വെളിയിലേക്ക് വന്നതേയില്ല. സോനുവിന് ഒരുപാട് വിശക്കാൻ തുടങ്ങി. അവൻ പതുക്കെ വേട്ടയാടാനായി വെളിയിലേക്ക് പറന്നുപോയി. എന്നാൽ തത്ത രാജാവ് ഇത് അറിയാൻ പാടില്ല. അവനൊരു തത്തയെ കൊന്ന് അതിനെ അവന്റെ ഭക്ഷണമാക്കി. തത്ത രാജാവ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞു. സോനു ഒരു പക്ഷിയെ കൊന്ന് അതിനെ അവൻ തിന്നിരിക്കുന്നു. തത്ത രാജാവ് സോനുവിനെ അപ്പോൾ തന്നെ വിളിപ്പിച്ചു. സോനു, നിന്റെ ശിക്ഷ ഇതാണ്. നീ എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്? ഇന്ന് ഞാൻ നിന്നെ ബലി നൽകാൻ പോകുന്നു. തത്തരാജാവേ, എന്നോട് ക്ഷമിക്കൂ. ഞാനിനി ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് മാപ്പ് തരൂ. ഇല്ല, നിനക്ക് ഒരുപാട് സമയം തന്നു കഴിഞ്ഞു, ഒരുപാട് താക്കീതും. എന്നാൽ നീ കേട്ടില്ല. ഇന്ന് നീ തന്നെ കണ്ടറിയും ഒരു രാജാവിന്റെ ശക്തി എന്താണെന്നുള്ളത്. തത്ത രാജാവ് അപ്പോൾ പ്രഖ്യാപിച്ചു. സോനു പരുന്തിനെ ഉടൻ ബലി നൽകാനായി. അപ്പോൾ മോനു അവിടെ വന്നു. വന്നവൻ സോനുവിനെ തള്ളിമാറ്റി. അങ്ങനെ അബദ്ധത്തിൽ സോനുവിന്റെ ബലിക്ക് പകരം അവിടെ മോനുവിന്റെ ബലി നടന്നു. സോനു അപ്പോൾ അമ്പരന്നുപോയി. തനിക്കെന്തുകൊണ്ട് ഒന്നും പറ്റിയില്ല. അവനെന്നാൽ നേരെ നോക്കിയതും അവന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നു. ആ ബലിയിൽ മരിച്ചത് അവനായിരുന്നു. സോനു അപ്പോൾ ഒരുപാട് കരഞ്ഞു. സോനു പരുന്തേ, നോക്ക്, നിന്റെ സഹോദരൻ എത്ര നല്ലവനാണെന്ന്. അവൻ അവന്റെ പ്രാണനേക്കാൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്നെ തെറ്റിൽ നിന്നും രക്ഷിക്കാൻ അവൻ അവന്റെ ജീവൻ ബലി നൽകി. സോനു ഏങ്ങി ഏങ്ങി കരഞ്ഞു. അവൻ ഒരു വാക്കും മിണ്ടിയില്ല. അവൻ തറയിലേക്ക് വീണു. തിരിച്ച് തന്റെ ഗുഹയ്ക്കുള്ളിൽ പോയി ജീവിക്കാനും തുടങ്ങി. സോനുവിനപ്പോൾ തന്റെ സഹോദരന്റെ ഓർമ്മകൾ വന്നു. അവരെങ്ങനെയാണ് ഒരുമിച്ച് പറന്നത്, എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ. അതിനുശേഷം സോനു ഒരു പക്ഷികളുടെയും ജീവൻ എടുത്തതേയില്ല. പകരം അവരെ സഹായിച്ചു. അവൻ വളരെ നല്ലവനുമായി. മോനു പരുന്തിന്റെ ബലിക്ക് ശേഷം സോനു പരുന്തിന് മനസ്സിലായി, നിരപരാധികൾ പെട്ടെന്ന് മരിക്കുന്നു. എന്തു ദുഃഖകരമാണിത്. അവൻ തന്റെ കുടുംബത്തിലെ അംഗമായിരുന്നു, ഒപ്പം തനിക്ക് പ്രിയപ്പെട്ടവനും. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചത് അത് വളരെ മോശമായ കാര്യമല്ലേ? നമ്മുടെ മോശമായ പെരുമാറ്റം മറ്റുള്ളവരെ ബാധിക്കുന്നത്.